നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുക. ഇത് കേരളത്തിലെ ദൃശ്യങ്ങളല്ല എന്ന് വ്യക്തം. എങ്കിലും ഇത്തരം നിരവധി വീഡിയോകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഹലാൽ വിഷയം അത്രയേറെ കത്തിയാളുന്നു. ഹലാൽ വിഷയത്തിൽ ന്യായീകരണവുമായി രംഗത്തെത്തിയ മുസ്ലിം മതവിഭാഗത്തിലെ ചിലർ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയേറെ ഊതിപ്പെരുപ്പിക്കുന്നത്. അടിയന്തരമായി ഈ ഒരു സംവാദത്തെ ആരോഗ്യകരമായ ഒരു തലത്തിലെത്തിക്കണം. ഹലാൽ വിഷയത്തിൽ പൊതുസമൂഹത്തിനുള്ള ചില ആശങ്കകൾ ന്യായമാണ്. തുപ്പൽ ഭക്ഷണം തന്നെയാണ് അതിൽ മുഖ്യം. തുപ്പൽ ഭക്ഷണമില്ല എന്ന് പാളയം ഇമാം ഉൾപ്പെടെയുള്ളവർ മലയാളി വാർത്തയോട് തന്നെ വെളിപ്പെടുത്തിയതാണ്. നിരവധി മുസ്ലിം പണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. എങ്കിലും ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തുപ്പൽ ഭക്ഷണത്തെ ന്യായീകരിച്ചുകൊണ്ട് പലരും രംഗത്തെത്തുന്നു. അത് കൂടുതൽ അപകടമാണ്. ഒരു തരത്തിലും നമുക്ക് അനുവദിക്കാൻ കഴിയില്ല മനുഷ്യവിസർജ്യം ഭക്ഷണത്തിൽ കലർത്തുകയെന്നത്. ഒന്നും രണ്ടുമൊന്നുമല്ല, ഒരുപാട് വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഭക്ഷണത്തിൽ തുപ്പുന്നതും ബേക്കറി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പാക്കറ്റ് ഭക്ഷണങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ അതിൽ തുപ്പൽ വീഴ്ത്തുന്നതുമായ നിരവധി വീഡിയോകൾ. ഭക്ഷണത്തിൽ മതം കലർത്തരുത് എന്ന ഡിവൈഎഫ്ഐയുടെ മുദ്രാവാക്യം ന്യായം തന്നെ. പക്ഷേ അതിൽ പോലും വ്യക്തതയില്ല എന്നതാണ് ഏറെ വൈരുദ്ധ്യം. തിരുവിതാംകൂറിലും മലബാറിലുമൊക്കെ രണ്ട് നയപരിപാടികൾ. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യം അതാണ്: മലബാർ കേരളത്തിലല്ലേ? മലബാർ എന്താ പ്രത്യേക രാജ്യമാണോ? ഇതൊരു മതസൗഹാർദ്ദത്തിന് തടസ്സമാകുന്ന വിധത്തിൽ വളരേണ്ട വിഷയമല്ല. അടിയന്തരമായി കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുത്ത് ഇക്കാര്യത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ തീരൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത് കൂടുതൽ കലാപങ്ങൾക്ക് വഴിവെക്കും. കേരളത്തിലെ സൗഹൃദങ്ങളിൽ ഒരിക്കലും മതം ചേർക്കാറില്ല. എനിക്കും നിരവധി മുസ്ലിം സമുദായത്തിൽപ്പെട്ട അടുത്ത സുഹൃത്തുക്കളുണ്ട്. ജീവിതത്തിൻ്റെ തുടക്കം മുതൽ സൗഹാർദ്ദം കാത്തുസൂക്ഷിച്ച KPU അലിയെപ്പോലുള്ള സ്നേഹിതന്മാർ. അവരൊക്കെ വലിയ സൽക്കാരപ്രിയരും ഭക്ഷണപ്രിയരുമാണ്. സുഹൃത്തുക്കളെ സൽക്കരിക്കുകയാണ് അവരുടെയൊക്കെ മുഖ്യ ലക്ഷ്യം. സൗഹൃദങ്ങൾ ഏറ്റവും സന്തോഷകരമായി തീർക്കാൻ ഈ സുഹൃത്തുക്കൾ എപ്പോഴും ശ്രദ്ധിക്കാറുമുണ്ട്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ട നിലയിലാണ്. ഹലാൽ ഭക്ഷണം കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുന്നു. സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ചില മുസ്ലിം ഹോട്ടൽ ഉടമകളും ആകെ ധർമ്മസങ്കടത്തിലാണ്. ഞങ്ങളുടെ ഓഫീസിനടുത്തുള്ള ഒരു ഹോട്ടൽ ഉടമ ഇക്കഴിഞ്ഞ ദിവസം ആ ആശങ്ക ഞങ്ങളോട് തന്നെ പങ്കുവച്ചു. വിൽപ്പനയൊക്കെ ഒരുപാട് കുറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഒരിക്കലും തുപ്പൽ കലർത്തിയതോ മറ്റെന്തെങ്കിലും വിസർജ്യങ്ങൾ ഉള്ളതോ ആയ ഭക്ഷണങ്ങളൊന്നും വിതരണം ചെയ്യാറില്ല. ചുരുക്കം ചില ഭാഗങ്ങളിൽ ഇത്തരം സമ്പ്രദായങ്ങൾ നിലവിലുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ ഇതിനെ പൊതുധാരയിലേക്ക് കടുപ്പിക്കുന്നത് തെറ്റാണ് എന്നവരൊക്കെ പറയുന്നു. ഒരു വശത്ത് ഇത്തരം വാദങ്ങൾ ശരി തന്നെയാണ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഭൂരിപക്ഷം ആളുകളും ഇതിനെയൊന്നും അംഗീകരിക്കുന്നില്ല. എന്നാൽ ചെറിയ ഒരു ന്യൂനപക്ഷം, അവർ ഇത്തരം സമ്പ്രദായങ്ങൾ തുടരുകയും അനാചാരങ്ങൾ തുടരുകയും ചെയ്യുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പൊതുസമൂഹത്തിലേക്ക് ഒത്തിരിയേറെ വീഡിയോകൾ രംഗപ്രവേശം ചെയ്യുന്നതും. കേരളത്തിൻ്റെ പല ഭാഗത്ത് ഇതുപോലെ ബിരിയാണി ചെമ്പിലേക്കും ഭക്ഷണ പദാർത്ഥങ്ങളിലേക്കുമൊക്കെ തുപ്പൽ വീഴ്ത്തി ഹലാൽ എന്നൊക്കെ വിശദീകരിക്കുന്ന വീഡിയോകൾ പ്രചരിക്കുമ്പോൾ ആശങ്ക തോന്നുക സ്വാഭാവികം. ഹലാൽ വിഷയത്തിൽ എന്തു സന്ദേശമാണ് ഡിവൈഎഫ്ഐ കേരളത്തിന് നൽകാൻ ഉദ്ദേശിച്ചത്? ഹലാൽ എന്ന പദം വേണം എന്ന് പ്രഖ്യാപിക്കാനോ അതോ ഹലാൽ വേണ്ട എന്ന് പ്രഖ്യാപിക്കാനോ? ഏതു മതത്തിനും അവരുടേതായ ചില വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെയുണ്ട് എന്നത് നമ്മൾ അംഗീകരിക്കണം. എന്നാൽ ഹലാൽ ഭക്ഷണം കഴിക്കണം എന്ന് മറ്റുള്ളവരെ നിർബന്ധിക്കാൻ നമുക്ക് അവകാശമില്ല എന്ന കാര്യം ഡിവൈഎഫ്ഐയും റഹീമും ഒക്കെ ഓർത്താൽ നല്ലത്. അവിടെയാണ് ഡിവൈഎഫ്ഐക്കും റഹീമിനും ഇന്നലെ തെറ്റുപറ്റിയത്. എറണാകുളത്ത് പന്നിയിറച്ചി വിളമ്പിയപ്പോൾ മലബാറിൽ പന്നിയിറച്ചി വിളമ്പാനുള്ള ആർജവം എന്തേ നഷ്ടപ്പെട്ടത്? ഇതുതന്നെയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ മതവിശ്വാസങ്ങൾക്കുള്ള സ്ഥാനവും. കേരളത്തിന്റെ ഹോട്ടൽ വ്യവസായം പൂർണ്ണമായി ഇപ്പോൾ കൈയടക്കിയിരിക്കുന്നത് മുസ്ലിം സമുദായമാണ് എന്നത് ഒരു പരമമായ സത്യം.
ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഹലാൽ വിവാദം കൂടുതൽ അപകടത്തിലാക്കുന്നതും ഇത്തരം ഹോട്ടൽ ഉടമകളെ തന്നെ. ഹോട്ടലിൽ മാത്രമല്ല, ഷേവിങ്ങിന് പോലും ഇത്തരം ഹലാൽ വിഷയങ്ങളുണ്ട് എന്ന തരത്തിൽ പ്രചരണങ്ങൾ ഉയർന്നു വരുന്നു. ഇത് മറ്റു വ്യവസായങ്ങളെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇക്കാര്യത്തിൽ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പുകളുടെ പേരിൽ ആളുകൾക്കെതിരെ കേസെടുക്കും, മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ ആളുകൾ പ്രവർത്തിച്ചാൽ അവരെ തൂക്കിയെടുക്കും എന്നൊക്കെ വിരട്ടാതെ ഇക്കാര്യത്തിൽ സുതാര്യമായ ചില സംവാദങ്ങളാണ് സർക്കാർ ഇടപെട്ട് നടത്തേണ്ടത്. ഇത്തരം ഹലാൽ തുപ്പലുകളുണ്ടെങ്കിൽ അത് അടിയന്തരമായി നിരോധിക്കണം. അതിന് ഭക്ഷ്യവകുപ്പിനെ രംഗത്തിറക്കണം. ഹലാൽ ഭക്ഷണം മാത്രമല്ല, ഹലാൽ ഷേവിംഗ് ആവട്ടെ, മറ്റ് എന്തെങ്കിലും ഇടപാടുകളാവട്ടെ, അതിലൊക്കെ കൃത്യമായ അന്വേഷണം നടത്തണം. മുമ്പൊരിക്കൽ പാലാ ബിഷപ്പ് നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് ബിഷപ്പിനെതിരെ കേസെടുത്ത ആർജവമുള്ള സർക്കാരല്ലേ ഇവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സത്യസന്ധമായ സുതാര്യമായ ചില നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. ഇല്ലെങ്കിൽ അപകടകരമായ വിധത്തിൽ കേരളത്തിലെ മതസൗഹാർദ്ദം തകരും. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയരുന്ന പല വിശദീകരണങ്ങളും കൂടുതൽ അപകടങ്ങളിലേക്കുള്ള സൂചന വളർത്തുന്നു. കേരളം ഒരു കലാപഭൂമിയായി മാറും എന്നുവരെ ചിലർ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നു. ഖുർആൻ പരിഭാഷയുടെ പതാഘാതം ഇപ്പൊ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? സമൂഹം മൊത്തമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇനി നാളെ എന്തെല്ലാം അനുഭവിക്കാൻ പോകുന്നു? സുപ്രീം കോടതിയിൽ തന്നെ കേസ് വന്നാൽ ഖുർആൻ കണ്ടുകെട്ടണമെന്ന് വരെ നമ്മുടെ ഇന്നത്തെ സുപ്രീം കോടതി പറയാൻ പറ്റുന്ന വിധം ഖുർആൻ പരിഭാഷയുടെ പ്രത്യാഘാതങ്ങളും അതിന്റെ മോശപ്പെട്ട ഫലങ്ങളും വളരെയധികം ശക്തമാണ്. ചെറുതായി നമ്മൾ കാണരുത്. 200-ൽ ചില്ലാനം ആയത്തുകളിൽ അവിശ്വാസികളെയും ബഹുദൈവ വിശ്വാസികളെയും കൊല്ലണമെന്ന് ഖുർആൻ പറയുന്നു എന്ന പാഠം നമ്മളിപ്പോ അമുസ്ലിമീങ്ങളായ ബഹുദൈവ വിശ്വാസികളായ വലിയ വലിയ മതനേതാക്കന്മാർ, ഹിന്ദു മതനേതാക്കന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളിലും മാധ്യമങ്ങളിലും കേൾക്കുന്ന നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു തരേണ്ടതില്ല. ഞാൻ ഉണർത്തുകയാണ്. 200-ൽ ചില്ലാനം ആയത്തുകൾ ബഹുദൈവ വിശ്വാസികളെ കൊല്ലണമെന്നും അവരോട് ഏറ്റുമുട്ടണമെന്നും യുദ്ധം ചെയ്യണമെന്നും പഠിപ്പിക്കുന്നതുണ്ടെന്ന് പറയുന്നത് അമുസ്ലിം നേതാക്കളും ഹിന്ദു നേതാക്കളും ഖുർആൻ പരിഭാഷ പൊക്കിപ്പിടിച്ചാണ്. ഇവിടെ നമ്മൾ അതൊന്നും ഇസ്ലാമിലില്ല. യുദ്ധം ഇസ്ലാമിലില്ല. യുദ്ധം എന്ന ഒന്നോ അമുസ്ലിമീങ്ങളെ കൊല്ലലോ ഇസ്ലാമിലില്ല എന്ന് വെറുതെയെങ്കിലും എന്തെങ്കിലും ചമച്ച് തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല. വേണ്ടാത്തത് പഠിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല. പച്ചക്ക് കാണുന്ന ബഹുഭാഷകളിലുള്ള ഖുർആൻ പരിഭാഷകൾ ഇവിടെ നിൽക്കുകയല്ലേ? ഭക്ഷണത്തിൽ തുപ്പുന്ന ഹലാൽ സമ്പ്രദായം നിലവിലുണ്ട് എന്ന് മുസ്ലിം സമുദായത്തിലുള്ള സഹോദരങ്ങൾ തന്നെ പ്രചരിപ്പിക്കുന്നു. ഇത്തരം പ്രചരണങ്ങൾക്കൊപ്പം അവർ ചില വെല്ലുവിളികളും മുൻപോട്ട് വയ്ക്കുന്നു. സൗകര്യമുള്ളവർ ഭക്ഷണം കഴിച്ചാൽ മതി, ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഭക്ഷണം കഴിച്ചോളാം എന്നൊക്കെ അവർ വിശദീകരിക്കുന്നു. പറഞ്ഞാൽ തുപ്പുക എന്ന് പറയും ഇസ്ലാമായി യാതൊരു ബന്ധവുമില്ല, ഒരടിസ്ഥാനവും ഇല്ലാന്ന്. എന്താണ് അടിസ്ഥാനം എന്ന് നിങ്ങൾക്കറിയണ്ടേ? അതറിയില്ല എന്നുള്ള അന്തമുള്ള എല്ലാവർക്കും അറിയാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിനെ പറയേണ്ടത് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചവരാണ്. എന്നിട്ട് പറയാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ കുട്ടിയുടെ വായിലേക്ക് അങ്ങ് തുപ്പിക്കൊടുക്കുകയാണ്. ഫക്കാന അവ്വല മാ ദഖല ഫീ ജൗഫിഹി റീഖു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി അദ്ദേഹത്തിന്റെ ആ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന ആ സ്വഹാബിയുടെ ആ കുട്ടിയുടെ വായിലേക്ക് അല്ലെങ്കിൽ വയറ്റിലേക്ക് പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മനീരാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന മാതൃകയാണ് ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ, അവിടുത്തെ പേരക്കുട്ടിയാകുന്ന കൂറത്തങ്ങൾ കാണിച്ചത് അല്ലെങ്കിൽ ചെയ്തത്. അല്ലാണ്ട് തന്റെ തൊള്ളയിൽ തോന്നുന്നത് പോലെ ഇസ്ലാമിനെ താൻ തോന്നിയ തരത്തിൽ അല്ലെങ്കിൽ തനിക്ക് തോന്നുന്ന തരത്തിൽ വ്യാഖ്യാനിക്കുകയും തനിക്ക് തോന്നുന്ന തരത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുന്നതല്ല ഇസ്ലാം. ആദ്യം ഇസ്ലാമിനെ കുറിച്ച് അത് എന്താണ് എന്നും കൂടി പഠിക്കണം. തന്നോട് ആരെങ്കിലും പറഞ്ഞോ കൂറത്തങ്ങൾ തുപ്പിയത് തിന്നാന്? തന്നോട് ആരെങ്കിലും പറഞ്ഞോ? എന്നാൽ കൂറത്തങ്ങളൊന്ന് തുപ്പിയതാണെങ്കിലും ഊതിയതാണെങ്കിലും തടവിയതാണെങ്കിലും തിന്നാനും എന്ത് ചെയ്യാനും ഇവിടെ ലക്ഷ്യങ്ങളുണ്ട്. അവർ അത് ചെയ്തു കൊള്ളട്ടെ. തന്റെ തൊള്ളയിൽ തോന്നുന്ന കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്ന തന്നോട് ഒരാളും ഇവിടെ പറഞ്ഞിട്ടില്ല കൂറത്തങ്ങൾ തുപ്പിയത് താൻ തിന്നണോന്ന്, അല്ലെങ്കിൽ തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ടുമില്ല. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ താനിതൊക്കെ റീച്ച് കൂടാൻ വേണ്ടി ഇസ്ലാമിനെ കുറിച്ച് കുറ്റപ്പെടുത്തി നടക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും വഹാബികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സുന്നികളെ പറഞ്ഞു നടക്കാൻ. ഒരുപാട് വഹാബികളാകുന്ന പുരോഹിതന്മാർ ഇതുപോലുള്ള പല കഥകളും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ വിഷയങ്ങളിൽ പോലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഹലാൽ ഭക്ഷണം ഉപേക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി ചിലർ കളത്തിലിറങ്ങി.
മധ്യ തിരുവിതാംകൂറിലും തിരുവനന്തപുരത്തുമൊക്കെ ഈ മുദ്രാവാക്യം ഇപ്പോൾ ശക്തമാണ്. ഏത് നിമിഷം വേണമെങ്കിലും അത് കൊച്ചിയിലേക്കും പടർന്നു കയറാം. അതുതന്നെയാണ് ഇത്തരം വിഷയങ്ങളുടെ അപകട സാധ്യതയും. മുസ്ലിം സമുദായത്തിലുള്ളവർ പൊതുവെ ഹലാൽ ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളൂ. പിന്നെ എന്തിനാണ് മറ്റു സമുദായക്കാർ ഹലാൽ ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ ചിലർ പച്ചയായി സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു. ഇതിനെയൊന്നും നമുക്ക് വിമർശിക്കുക എളുപ്പമല്ല. കാരണം അടിസ്ഥാനപരമായ ചില തെറ്റുകൾ മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ഒരുമിച്ച് നിന്ന് ഇത്തരം പ്രചരണങ്ങളെ അന്ധമായി എതിർക്കുകയല്ല, ചില തിരുത്തലുകൾ വരുത്തുകയാണ് നിങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ കൂടുതൽ അപകടാവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹം മാറും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.